വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ആട്ടവും പാട്ടും എന്നുള്ളൊരു വീഡിയോ ഇതിന് മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു, പ്രീ പ്രൈമറി കുട്ടികളുടെ. അതിൻ്റെ രണ്ടാമത്തെ സെഗ്മെൻറ്റാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് അത് ആരംഭിച്ചത്. അപ്പോൾ നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടക്കാം. HM ഇൻചാർജായ മൻസൂറ ടീച്ചർ സ്വാഗതം ആശംസിച്ചു. അധ്യക്ഷ സ്ഥാനത്തേക്ക് PTA വൈസ് പ്രസിഡൻ്റായ എന്നെ ക്ഷണിച്ചു. ഞാൻ അധ്യക്ഷ പ്രസംഗം നടത്തി. നമ്മുടെ വാർഡ് കൗൺസിലറായ മിനി ബാബു മാഡത്തെ ഈ പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കാനായി ക്ഷണിച്ചു. ഔദ്യോഗികമായ ഉദ്ഘാടനം മിനി ബാബു അവർ നിർവഹിക്കുകയുണ്ടായി. പിന്നീട് അതിനുശേഷം കുട്ടികളുടെ വിഭവസമൃദ്ധമായ ഒരു സദ്യ തന്നെയായിരുന്നു, പാട്ടിൻ്റെയും ഒരു ഉത്സവമേളം തന്നെയായിരുന്നു. വളരെ രസകരമായി തന്നെ കുട്ടികളെല്ലാവരും പങ്കെടുത്തു. അവരുടെ എല്ലാ കഴിവുകളും നമുക്ക് പുറത്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പരിപാടികളാണ് ഇത്തരത്തിൽ BRCയും നമ്മുടെ കേരള ഗവൺമെൻറ്റും ഒന്നിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ കലാപരവും കായികപരവും അതേപോലെ തന്നെ വരയ്ക്കാനുള്ള കഴിവ് എന്നിങ്ങനെ എല്ലാ തരത്തിലുള്ള കഴിവുകളെക്കുറിച്ചും കൂടെ കാണാൻ കഴിഞ്ഞു. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളിൽ തന്നെ ഒരു ഭാഗം കൂടിയാണ്. അപ്പൊ നിങ്ങളുടെ കഴിവുകളെ എങ്ങനെ വികസിപ്പിക്കാം എന്നതിനെ കുറിച്ചും ഈ പ്രായം മുതൽ തന്നെ നിങ്ങൾ വളർന്നു വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഡാൻസ്, പാട്ട്, അങ്ങനെയുള്ള കഴിവുകളും എങ്ങനെയാണ് കഥാരൂപത്തിലതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുക, അങ്ങനെയുള്ള ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഇന്നത്തെ ഈ പരിപാടികൾ വെച്ചിരിക്കുന്നത്. അതായത് ഞങ്ങളെപ്പോലെയുള്ള കുറേ ആൾക്കാർ ഇരിക്കുന്നതിനും പ്രസംഗം കേൾക്കാനും അല്ല. അപ്പൊ നിങ്ങളുടെ പാരൻസിനും വന്നാലും നിങ്ങളുടെയൊക്കെ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ടാണ്. ഓരോ കുട്ടികളും അവർക്ക് കഴിവിനനുസരിച്ച് ഓരോ ഷേപ്പിൽ വരച്ചു കൊണ്ടുവരികയും അത് അവരെ കൊണ്ട് തന്നെ വളരെ ലളിതമായും വളരെ ഭംഗിയായും ഒട്ടിക്കുകയും ചെയ്യിപ്പിക്കുക എന്നത് വളരെ ശ്രമകരമായ ഒരു പരിപാടി തന്നെയാണ്. നമ്മുടെ പ്രീ പ്രൈമറി ക്ലാസ്സിലെ ടീച്ചേഴ്സ് വളരെയധികം എഫേർട്ട് എടുത്തിട്ടാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചതും അതുപോലെ തന്നെ അത് വളരെ നല്ല രീതിയിൽ കുട്ടികളെ കൊണ്ട് അവതരിപ്പിച്ചതും. എല്ലാവർക്കും ഒരുപോലെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പരിപാടി അവതരിപ്പിച്ചത്. അല്ലാതെ കഴിവുള്ള കുട്ടികൾ ഇല്ലാത്തവരെന്നങ്ങനെയൊന്നുമില്ല. പ്രീ പ്രൈമറി ക്ലാസ്സുകളിൽ എപ്പോൾ പരിപാടി നടത്തിയാലും പാരൻസിൻ്റെ പ്രാതിനിധ്യം വളരെയധികം ഉണ്ടാവാറുണ്ട്. അത് വളരെയധികം നല്ലൊരു പ്രവണതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പാരൻസ് എല്ലാവരും വളരെ ക്ഷമയോടുകൂടി തന്നെ അവരുടെ മക്കളുടെ പരിപാടി കാണാൻ കാത്തിരുന്നു. എല്ലാ കുട്ടികളും ഒരുപോലെ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആരും മാറി നിൽക്കുകയോ അല്ലെങ്കിൽ കഴിവുള്ളവർ എന്നോ ഇല്ലാത്തവരെന്നോ മാറ്റി നിർത്തപ്പെടുകയോ ചെയ്തിട്ടില്ല. എല്ലാവർക്കും ഒരേ പ്രാതിനിധ്യം തന്നെയായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മുടെ BRCയിൽ നിന്നൊരു ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു ഈ പ്രീ പ്രൈമറിയുടെ ആട്ടവും പാട്ടും എന്നുള്ള സെഗ്മെൻറ്റിൽ.
സൂപ്പറായിട്ട്. അപ്പോൾ പാരൻസിൻ്റെ പ്രാതിനിധ്യം വരവിൽ മാത്രമല്ല, അവരും അവരുടേതായ കഴിവുകൾ പ്രകടിപ്പിക്കുകയുണ്ടായി. കുട്ടികൾക്ക് വേണ്ടി അവരും നല്ല രീതിയിൽ അവരുടെ പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. വളരെ നല്ല പാട്ട് എല്ലാവരും കൂടി ചേർന്ന് വളരെ ഗംഭീരമാക്കി. അങ്ങനെ ഇന്നത്തെ ആട്ടവും പാട്ടും എന്നുള്ള ഈ പരിപാടിയുടെ 2ാം സെഗ്മെൻറ്റ് വളരെ ഗംഭീരമായി തന്നെ അവസാനിച്ചു. എല്ലാ കുട്ടികളും വളരെ ആവേശത്തിലും സന്തോഷത്തിലുമായിരുന്നു. എല്ലാവരും ഒരുപോലെ തന്നെ ഈ പരിപാടി ആസ്വദിക്കുകയും അതിൽ പങ്കാളികളാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ടീച്ചേഴ്സിൻ്റെ കുറച്ച് ദിവസത്തെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും നല്ലൊരു പരിപാടി നമുക്ക് മുമ്പിൽ കാഴ്ചവെക്കാൻ കുട്ടികൾക്ക് കഴിഞ്ഞത്. അതിന് ടീച്ചേഴ്സിന് പ്രത്യേക അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. കൂടാതെ എല്ലാ പരിപാടിയിലും പങ്കെടുക്കാനും അതേപോലെ തന്നെ അതിൻ്റെ ഭാഗമാവാനും വന്ന പാരൻസിനും എല്ലാവിധ നന്ദിയും ഇവിടെ ഞാൻ അറിയിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് പരിപാടികളുടെ ആവേശത്തിനിടയിൽ ഇത്തരം കാര്യങ്ങളൊന്നും പറയാൻ പറ്റുകയില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഈ ഒരു അവസരം അതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഈ പരിപാടിയിൽ പങ്കെടുത്ത പിഞ്ചു മക്കൾക്കും അതേപോലെ തന്നെ അതിനായി വന്ന പാരൻസിനും അതേപോലെ തന്നെ അതിനായി അവരെ ഒരുക്കിയ ടീച്ചേഴ്സിനും ബാക്കി എല്ലാ അംഗങ്ങൾക്കും അവിടെ വന്ന ടീച്ചേഴ്സിനും ഇരുന്ന ടീച്ചേഴ്സിനും പുറത്തുനിന്ന് വന്ന നമ്മളെ കൗൺസിലറാണെങ്കിലും അങ്ങനെ നമ്മുടെ VRC കോർഡിനേറ്റർക്കും എല്ലാവർക്കും നന്ദി പറയുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്